ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമസ്കാരത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യൽ അനുവദനീയമായ കാര്യങ്ങളും. കുറേ കാര്യങ്ങൾ നമ്മൾ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തത്, എന്നാൽ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതോ ഒക്കെ അത് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഹദീസ് പഠിക്കാനുള്ളത്. അൻ മുആവിയത്ത് ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, ബൈന അന ഉസല്ലി മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി ഇമാമാണ്, ഞങ്ങളൊക്കെ മഅ്മൂമിങ്ങളാണ്. ഇത് അത്തസ റജുലുൻ മിനൽ ഖൗമി, അപ്പോൾ മഅ്മൂമിങ്ങളിൽപ്പെട്ട ഒരാൾ തുമ്മി. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. ഒരാൾ തുമ്മിയപ്പോൾ ഞാൻ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. തുമ്മിയാൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴാണ് കേട്ടയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. തുമ്മിയാൾ അൽഹംദുലില്ലാ പറഞ്ഞോ പറഞ്ഞില്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ തുമ്മൽ കേട്ടപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അറിഞ്ഞു. ഫറമാനിൽ ഖൗമി അബ്സാരിഹി, അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ആളുകളെല്ലാം കൂടി എന്നെങ്ങനെ തുറിച്ചു നോക്കാൻ തുടങ്ങിയെന്നാണ്. കണ്ണുകൊണ്ട് എറിഞ്ഞു എന്നാണ് പറഞ്ഞാൽ തുറിച്ചു നോക്കാൻ തുടങ്ങി. കാരണം നിസ്കാരത്തിലാണല്ലോ ഇത്. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, വാ ഫഖില ഉമ്മയ മാ ശഅനുക്കും തൻദുറൂന ഇലയ്യ, നിങ്ങളെല്ലാവരും കൂടി എന്റെ നേരെ നോക്കണേ എന്തിനാന്ന് ഞാൻ ചോദിച്ചു. നിസ്കാരത്തിലാണ്. എല്ലാവരും കൂടി എന്നെ എങ്ങനെ തുറിച്ചു നോക്കണേ എന്തിനാ? വാത്തക്കിലെ ഉമ്മയ എന്ന് പറഞ്ഞാൽ അതൊരു അറബിയിൽ അങ്ങനെ നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ പറയും ചില വാക്കുണ്ട്, അതുപോലത്തെ ഒരു വാക്കാണ്. ഫജഅലു യദ്രിബൂന ബിഅയ്ദിഹിം അലാ അഫ്ഖാദിഹിം, ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ അവരുടെ കൈകൾ ഇങ്ങനെ തൊടയിൽ അടിക്കാൻ തുടങ്ങി. സഹാബാക്കൾ, കൂടെയുള്ള മഅ്മൂമികൾ. ഫലമ്മാ റഅയ്തുഹും യുസമ്മിതൂനനി, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ഇവർ ഈ പറയണത് മിണ്ടാതിരിക്കുകയെന്നാണ്. ഈ തുറിച്ചു നോക്കിയതിന്റെ അർത്ഥവും തൊടയിലടിച്ചതിന്റെ അർത്ഥവും എന്താണ്? എന്നോട് സംസാരിക്കരുതെന്നാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിസ്കാരത്തിലാണല്ലോ. ലാക്കിന്നി സക്കത്തു, അപ്പൊ ഞാൻ പിന്നെ മിണ്ടിയില്ല, പിന്നെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഫലമ്മാ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം കഴിഞ്ഞപ്പോ, സലാം വീട്ടി കഴിഞ്ഞപ്പോ, ഫബി അബി ഹുവ ഉമ്മി, എന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് സത്യം, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമ മിൻഹു, ഞാൻ ഇതിനു മുമ്പോ ഇതിന് ശേഷമോ ഇതുപോലത്തെ ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. നബിയെ പോലുള്ള ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം നബി എന്താ ചെയ്തെന്നറിയോ? വല്ലാഹി മാ ഖറനി വലാ ലറബനി വലാ ശതമനി, നബി നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിച്ചില്ല, എന്നെ അടിച്ചില്ല, ആക്ഷേപിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞു? എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുആവിയ ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലഹു ഫിഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ സംസാരിക്കുന്ന സാധാരണ സംസാരങ്ങളൊന്നും ഇതിനകത്ത് പാടില്ല. അങ്ങനെ പറഞ്ഞു. ഇന്നമാ ഹിയ തസ്ബീഹു വ തക്ബീറു വ ഖിറാഅത്തുൽ ഖുർആൻ, നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തസ്ബീഹ് ചെല്ലുക, അതുപോലെ തക്ബീർ ചെല്ലുക, ഖുർആൻ ഓതുക, ഇതൊക്കെ നിസ്കാരത്തിൽ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ സംസാരങ്ങളൊന്നും എവിടെ പറ്റൂല, നിസ്കാരത്തിൽ പറ്റൂല എന്ന് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. എന്നെ അടിച്ചില്ല, ചീത്ത വിളിച്ചില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലത്തെ ഒരു അധ്യാപകൻ എന്നെ ജീവിതത്തിൽ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ശേഷം ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ ചെയ്ത് വലിയ തെറ്റാണ്. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ സംസാരമാണല്ലോ. തുമ്മിയാൽ റഹ്മത്തുള്ളാഹി അറിയാം. പിന്നെ എല്ലാവരും എന്തിനെ തുറിച്ചു നോക്കണമെന്ന് ചോദിക്കുക. ഇതൊക്കെ അറബിയിലായതുകൊണ്ട് നമുക്കത്ര ഗൗരവം തോന്നുന്നില്ല. അത് അറബി പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും നിസ്കാരത്തിൽ പറയാൻ പാടില്ലല്ലോ. അറബിയിലാണെങ്കിലും സംസാരങ്ങൾ സാധിച്ച് ശരിയാവൂല. അപ്പൊ അതാ പറഞ്ഞു, ഇത്ര നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല, നിസ്കാരത്തിൽ ഇതൊന്നും പാടില്ല എന്ന് എന്നോട് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതിന്റെ എന്ത് മനസ്സിലായി? നിസ്കാരത്തിൽ സംസാരം പാടില്ല, സംസാരം പാടില്ല. യർഹമുക്കും, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് നിസ്കാരത്തിൽ പറയാൻ പാടില്ലേ? തുമ്മിയാക്ക് പറയാം. പക്ഷെ ഫാത്തിഹയ്ക്ക് ഇടക്കാണെങ്കിൽ, അത്തഹിയാത്തിന് ഇടക്കാണെങ്കിൽ അത് മുറിഞ്ഞു പോകും, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. ഫാത്തിഹ ഒന്നിന്റെ ഇടയ്ക്ക് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. പക്ഷെ പറഞ്ഞാൽ പ്രശ്നം എന്താണ്? ആദ്യമലോദം പറഞ്ഞതിൽ കുഴപ്പമില്ല, അവർ സുന്നത്ത് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ
ബാക്കി സുജൂദിലോ റുക്കോയിലോ ഒക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും വരാനില്ല. ഫാത്തിഹയുടെ ഇടയ്ക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ആവർത്തിക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ് പറഞ്ഞു. പിന്നെ ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു, അടുത്ത് നമ്മൾ കേട്ടാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല, അതേതായാലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നിസ്കാരം ബാത്തിലാവും. ഒരു നല്ല കാര്യം ചെയ്താൽ പക്ഷെ നമ്മുടെ നിസ്കാരം എന്ത് ചെയ്യും, ബാത്തിലാവും. അങ്ങനെ ക എന്ന് സംഭവം, ക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇർഹമു, അനുഗ്രഹിക്കട്ടെ, ക നിന്നെ അനുഗ്രഹിക്കട്ടെ അള്ളാഹുന. നീ എന്ന് നിസ്കാരത്തിൽ രണ്ടുപേരെ കുറിച്ച് പറയാവൂ. ഒന്ന് അള്ളാഹു ആണ്, മറ്റൊന്ന് റസൂലാണ്. അല്ലാത്തൊരാളെ നിസ്കാരത്തിൽ നീ എന്ന് സംബോധന ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ സംബോധന ചെയ്യും ഇയ്യാക്ക, പടച്ചോനെ നിന്നെ മാത്രം. അവരുടെ നബിയെ സംബോധന ചെയ്യുന്ന എവിടെയാ? അത്തഹിയ്യാത്തിൽ. അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു, അസ്സലാമു അള്ളാഹുവിന്റെ രക്ഷ, അലൈക്ക നബിയെ, അലൈക്ക താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ. അപ്പൊ നബിയോടുള്ള സംബോധന, ഇത് രണ്ടും കുഴപ്പമില്ല. അല്ലാത്ത ഒരു വ്യക്തിയെയും നിസ്കാരത്തിൽ നീ എന്ന് സംബോധന ചെയ്യാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവുള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം. ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ നബി നിരോധിക്കാൻ കാരണം അതാണ്, അത് പറയാൻ പാടില്ല. പിന്നെ മറ്റത് നിങ്ങളെല്ലാവരും എന്തിനെ കുറിച്ചു നോക്കണേ എന്നുള്ളത് അത് സാധാരണ സംസാരമാണല്ലോ, അതുകൊണ്ട് നിസ്കാരം എന്ത് ചെയ്യും, ബാത്തിലാവും. ഏത് ഭാഷയെ സംസാരിച്ചാലും, അറബി ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, മലയാളം ആകട്ടെ, നിസ്കാരത്തിൽ സംസാരിച്ച നിസ്കാരം എന്ത് ചെയ്യും, ബാത്തിലാവും. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ അത്രയും മതി. അർത്ഥമുള്ള ഒരക്ഷരം, അതായത് ഖി എന്ന് പറയുന്ന അറബി വാക്കിനൊരു അർത്ഥമുണ്ട്, ഒറ്റ അക്ഷരമുള്ള ഖി, നീ സൂക്ഷിക്കുക എന്നതിനർത്ഥം. ഖി തഖ്വ എന്ന് പറയില്ലേ, തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാന്നല്ലേ, സൂക്ഷ്മത എന്നല്ലേ. അതിന്റെ അമ്ര ആണ് വഖായത്തി ഖി, ഖി ഖി എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്കുക, അതിനൊരു അർത്ഥമുണ്ട്. അപ്പൊ ഖി എന്ന നിസ്കാരത്തിൽ പറഞ്ഞ നിസ്കാരം ബാത്തിലായി. ഇനി രണ്ടക്ഷരം പറഞ്ഞു അർത്ഥമൊന്നും ഇല്ലാത്ത, എന്നാലും നിസ്കാരം എന്ത് ചെയ്യും, ബാത്തില. അത് അറബി പറഞ്ഞാലും ഏത് ഭാഷയും പറഞ്ഞാലും നിസ്കാരം ബാത്തില. അപ്പൊ ഇതിൻ്റെ അകത്ത് പഠിച്ചൊരു കാര്യം, നിസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇനി വേണമെങ്കിൽ ഇർഹമുഹുല്ലാ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അർത്ഥം മാറി, ഇർഹംഹു അർത്ഥം എന്താ? അവനെ അനുഗ്രഹിക്കട്ടെ അല്ലാഹുന. നീ എന്ന് പറയുന്നില്ലല്ലോ, അവനെന്ന് സംബോധന ചെയ്യാം. നീ എന്ന് നേർക്ക് നേരെ മുഖാമുഖം സംബോധനയാണ് പ്രശ്നമുള്ളത്. ഒരാൾ തുമ്മുമ്പോൾ വേണമെങ്കിൽ ഇർഹമുഹുല്ലാ, അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നീ എന്ന സംബോധനയാണ് പ്രശ്നമുള്ളത്. അതുപോലെ നിസ്കാരത്തിൽ ഖുർആൻ ഓതാം. ഖുർആൻ ഓതുമ്പോൾ തന്നെ മറ്റൊരാളെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി അതിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഖുർആൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ ഓതലും അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഖുർആനിലെ ചില ആയത്തുകളുണ്ട്, നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. എന്താ? യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ. ഇതിൻ്റെ അർത്ഥം എന്താ? യഹിയ നീ കിതാബ് എടുത്തോ, കൂവത്തോടുകൂടി, ശക്തിയോടുകൂടി കിതാബ് എടുത്തോ എന്ന് അതിനർത്ഥം. അത് ഖുർആനിലുണ്ട്. യഹിയ നബിയോട് പറഞ്ഞതാ, യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ എന്നുണ്ട്. അപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഹിയ വന്നിട്ട് ആ കിതാബ് എടുത്തോട്ടെ സ്വയം വെച്ച് എന്ത് പറയാം? യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ. ആ കിതാബ് നല്ല കട്ടിയുള്ള കിതാബാണ്, നന്നായിട്ട് പിടിച്ചെടുത്തോ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശത്തിലും കൂടി ആണെങ്കിൽ ഉണ്ടെന്നില്ല, കുഴപ്പം ഇല്ല, അത് ഖുർആനിൽ പെട്ടതാണല്ലോ. അതുപോലെ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ഒരു സ്ത്രീയുടെ ചുറ്റും കുറേ ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ ഇറങ്ങി, ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, മാതാ തസ്നഈന ഫി ഹാദൽ മക്കാൻ, നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിച്ചു പെണ്ണിനോടൊന്ന്. എന്തെടുക്കുകയാണെന്ന് പെണ്ണിനോട് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഫമൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹു. അള്ളാഹു ഒരാളെ വഴിതെറ്റിച്ചാൽ പിന്നെ അവനെ വഴി കാണിക്കാൻ ആരുള്ളതെന്ന് അത് ഖുർആനിലുള്ള ഒരായത്താണ്. അപ്പം അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മനസ്സിലായി ആ പെണ്ണിന് വഴിതെറ്റി, ഹജ്ജിന് പോയിട്ട് ഒക്കെ വഴിതെറ്റി കിടക്കാന്ന് മനസ്സിലായി എന്നാ. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു, അയിനെ തൊരീദീനി, എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് അടുത്ത ഖുർആനായത്തോദീന. ആദ്യം ഓതിയത് ഖുർആനായത്താണ്. രണ്ടാമത്തെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. എവിടെയുണ്ട്? സൂറത്ത് ഇസ്രായേലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണ, എനിക്ക് മനസ്സിലായി പെണ്ണ് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് മസ്ജിദുൽ അഖ്സ ലക്ഷ്യമാക്കിയാൽ പോണത്, വഴിതെറ്റി പോയതാണെന്ന് മനസ്സിലായി. വീണ്ടും ചോദിച്ചു, മുന്തുക്കം ഹി ആവൽ മൗദി, എത്ര നാളായി ഇവിടെ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു, വഴിതെറ്റി എത്ര നാളായി ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു.
ഇപ്പൊ പറഞ്ഞു സലാസലയാലിൻ സവിയ എവിടെയുണ്ട്? സലാസലയാലിൻ സവിയ 3 ദിവസം, നേരായ 3 ദിവസം, പൂർണ്ണമായ 3 ദിവസം എന്നതിനർത്ഥം. അത് ഖുർആനിലുണ്ട്. എവിടെയാ? സൂറത്ത് മറിയമിലുണ്ട്. സക്കരിയ നബിക്ക് യഹ്യാ നബി ജനിക്കുന്നു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സക്കരിയ നബി ചോദിച്ചു, എനിക്കൊരു അടയാളം പറഞ്ഞാട്ടെ പടച്ചോനെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ളതിൻ്റെ അടയാളം പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടയാളം പറഞ്ഞാണ് 3 ദിവസം നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയണ എനിക്ക് മനസ്സിലായപ്പോഴും 3 ദിവസമായിട്ട് വഴിതെറ്റി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് എല്ലാം ഈ പെണ്ണ് പറയുന്നത് ഖുറാനാണ്. എന്ത് ചോദിച്ചാലും അതിൻ്റെ മറുപടി എന്താണ്? ഖുറാനാണ്. കുറേ ഉണ്ടത്. അവസാനം അദ്ദേഹം ചോദിച്ചതിൻ്റെ വാഹനത്തിൽ കയറ്റി ഞാൻ അവളെ കൊണ്ടുപോയി വിടട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം അവൾ ഖുറാൻ ഒതിട്ടൊരു മറുപടി പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ കയറാൻ നേരത്ത് ഈ ഒട്ടകം ഇങ്ങനെ വിരണ്ടോടി പെണ്ണ് കയറാൻ നേരത്ത്. അപ്പോഴും ആ പെണ്ണതിന് ഖുറാൻ ഒതിട്ടൊരു മറുപടി പറഞ്ഞു. ഒട്ടകത്തിൽ കയറാൻ നേരത്ത് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂമിന ബിസാരിയും, സത്യവിശ്വാസികളോട് അല്ലാഹു തആല കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് ചിമ്മാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറുകയാണ്, എൻ്റെ ഔറത്ത് ചിലപ്പോൾ വെളിവാകാൻ സാധ്യതയുണ്ട്, നീ കണ്ണടച്ചോളണമെന്നാണ്. അവസാനം ഈ പെണ്ണിന്റെ കുടിലിൽ എത്തിച്ചു. പെണ്ണിന്റെ ആളുകളുള്ള യാത്രാസംഘമുള്ള സ്ഥലത്ത് എത്തിച്ചു എന്നാണ്. നിനക്ക് മക്കൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ എത്തിയപ്പോൾ അവിടെ ആരാളെന്ന് ചോദിച്ചപ്പോൾ അതിന് ഖുറാനായി തോന്നി. ഏതൊക്കെ മക്കൾ ആരൊക്കെയാന്ന് ചോദിച്ചപ്പോൾ 3 മക്കളുടെ പേര് പറഞ്ഞു. ഇബ്രാഹിമും മറ്റൊന്ന് മൂസ. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന ആയത്തുണ്ട്, ആയത്തോദീന. മൂസാ നബിയെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്, സുഫി ഇബ്രാഹിമോ മൂസ. അങ്ങനെ ഒരു 3 മക്കളുടെ പേരും പറഞ്ഞു എന്നാണ്. അവസാനം മക്കളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉമ്മയുടെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, 40 കൊല്ലമായിട്ട് ഉമ്മ ഖുറാനല്ലാതെ സംസാരിച്ചിട്ടില്ല. 40 കൊല്ലമായിട്ട് ഞങ്ങളോടും നല്ല ആരോടും ഈ ഖുർആനല്ലാതെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ച ഒരു അത്ഭുത സ്ത്രീയുടെ വാർത്തയാണത്. അവസാനം ഈ പെണ്ണിനെ അവരുടെ യാത്രാസംഘത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ. അപ്പോൾ ഫബഅസൂബി അഹദിക്കും വരിക്കും ഹാദിഹി സൂറത്തുൽ കഹഫിലെ ആയത്താണ്. നിങ്ങൾ ഈ നാണയവുമായിട്ട് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാന്നുള്ള ആയത്തോതിയിട്ട് ഭക്ഷണം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെയും ആയത്ത ഓതുന്നത് സൽക്കരിക്കാൻ വേണ്ടി ഭക്ഷണം മേടിക്കാൻ പറഞ്ഞപ്പോൾ അസ്ഹാബുൽ കഹഫിലെ 7 ചെറുപ്പക്കാരുണ്ടല്ലോ, അവര് ഗുഹയിലായി കഴിഞ്ഞപ്പോൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ വിടുന്നുണ്ടല്ലോ, ആ സംഭവം പറയുന്നത്. അവസാനം കുലു വസ്റബു ബിമാ അസ്ലഫ്തും, ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പറയണം കുലു വസ്റബു ബിമാ അസ്ലഫ്തും ബിൽ ഹയ്യാമിൽ ഖാലിയ, ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോന്നും അതും ഖുർആനായത്ത് ഓതിയിട്ടാണ് പറയുന്നത്. ദീർഘമായ ഒരു സംഭവമാണത്. അപ്പോൾ ഈ ഖുർആൻ നിസ്കാരത്തിൽ ഓതിയിട്ട് നമുക്കൊരു കാര്യം ഒരാളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടതില്ല, കുഴപ്പം ഇല്ല. ഉദ്ഖുലി ഫി ഇബാദി ഉദ്ഖുലി ജന്നത്തി എന്നുണ്ടല്ലോ. ഉദ്ഖുലി ഫി ഇബാദി ഉദ്ഖുലി ജന്നത്തി, എൻ്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ കടന്നു വരിക, എൻ്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു വരിക എന്ന് മുഅ്മിനീങ്ങളുടെ ആത്മാവിനോട് അല്ലാഹു പറയുന്നതാണ് മരിക്കുന്ന സമയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ തോട്ടത്തിൽ അടിമകൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അനുമതി ചോദിച്ചപ്പോൾ കടന്നു വരട്ടെ എന്ന് അനുമതി ചോദിക്കുമ്പോൾ നിസ്കരിക്കുന്ന തോട്ടോടമയ്ക്ക് എന്ത് മറുപടി പറയാം? ഉദ്ഖുലി ഫി ഇബാദി ഉദ്ഖുലി ജന്നത്തി, എൻ്റെ തോട്ടത്തിലേക്ക് കടന്നു പോരെ, എൻ്റെ അടിമകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീ കടന്നു പോരെ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിലെ ഒരായത്താണ്. ചുരുക്കത്തിൽ നിസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇനി ഹദീസു അഹദിൻ ബി ജാഹിലിയ, ഞാൻ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, എനിക്കിതൊന്നും അറിയില്ല, അടുത്ത കാലത്ത് മുസ്ലിമായ ആളാണ്, അതുകൊണ്ട് ചില ചോദ്യങ്ങളോട് ചോദിക്കാനുണ്ട്. ഒക്കത് ജാന ബിൽ ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടി, ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. വൈന്നാ മിന്നാ റിജാലൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, യഅ്തൂനൽ കുഹാന, ജ്യോത്സ്യന്മാരെടുക്കൽ പോകുന്ന ആൾക്കാരാണ്. അതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചിട്ടേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല ഫലാ തഅതി, ജ്യോത്സ്യന്മാരെടുക്കൽ പോകരുത്, ജ്യോത്സ്യന്മാരെടുക്കൽ പോകരുത്. ഞങ്ങളുടെ പ്രദേശത്ത് ജ്യോത്സ്യന്മാരെടുക്കൽ പോകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ് നബി പറഞ്ഞു, എടുക്കൽ പോകരുത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, മിന്ന റിജാലുൻ യതതയ്യറൂന, ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, അവർ ലക്ഷണം നോക്കുന്നവരാണ്. ലക്ഷണം നോക്കാന്ന് പറഞ്ഞാൽ പക്ഷിയെ പറത്തിയിട്ട്, അറബികൾ അങ്ങനെ ചെയ്യും. ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ പക്ഷിയെ പറത്തി വിടും. പക്ഷി വലത്തോട്ട് പറന്നാൽ യാത്ര ശുഭകരമാണ്, ഇടത്തോട്ട് പറന്നാൽ അശുഭമാണെന്ന നിലയ്ക്ക് മനസ്സിലാക്കുക. അങ്ങനെ ലക്ഷണം നോക്കുന്ന ആൾക്ക്, നമ്മളിന്ന് വേറെ രീതിയിലൊക്കെ ലക്ഷണം നോക്കുക.
പൂച്ചോട്ടം ചാടി യാത്ര മുടക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ലക്ഷണം നോക്കുന്നവരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ഷൈഉൻ, അതൊരു കാര്യമാണ്, യജിദൂനഹു ഫീ സുദൂരിഹിം, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് അതൊക്കെ. പക്ഷെ വലത്തോട്ട് പറഞ്ഞാൽ പോകുന്ന കാര്യം നടക്കുന്നു, ഇടത്തോട്ട് പറഞ്ഞാൽ നടക്കൂല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. പടച്ചോന്റെ തീരുമാനമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഫലയശുദ്ധന്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുകയോ നിങ്ങളുടെ യാത്ര മുടക്കുകയൊന്നും വേണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, കൊൽത്തു മിന്നാരിജാലി യഹുത്തൂന, ഞങ്ങളുടെ കൂട്ടത്തിൽ വരക്കണ ചില ആൾക്കാരുണ്ട്. വരയ്ക്കാൻ വെച്ചാൽ മണലിൽ ഇങ്ങനെ വരച്ചിട്ട് ചില കാര്യങ്ങൾ പറയും. നമ്മുടെ നാട്ടിൽ നിന്ന് വരയ്ക്കുന്നത് മണലിലല്ല, പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കും. നീളത്തിലും ചതുരത്തിലൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് ചിലതൊക്കെ എഴുതിയിട്ട് പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ പറയുക, തൽസമാത്തിന്റെ പണി എന്ന് പറയും, അസ്മാന്റെ പണി എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലെ മണലിൽ വരച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അത് അവരെ സമീപിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന നബിയ്യും മിനൽ അംബിയായി, കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു നബി ഉണ്ടായിരുന്നു, യഹുത്തു. അദ്ദേഹം ഇങ്ങനെ മണലിൽ വരച്ചിട്ട് നിലത്ത് വരച്ചിട്ട് കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു. ഫമൻ വാഫക ഖത്തുഹു ഫദാക, ആ നബിയുടെ വരയോട് ആരുടെയെങ്കിലും വര സാദൃശ്യമാകുന്നെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് തെറ്റുവാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ആ വരയ്ക്കുന്ന നബി, ആ നബിക്ക് അല്ലാഹു തആല കൊടുത്തൊരു മുഅ്ജിസത്താണ്. അദ്ദേഹം എന്ത് ചെയ്യും, ഇങ്ങനെ മണ്ണിൽ വരച്ചിട്ട്, ആ വരയ്ക്കുന്നതിന് ചില രീതിയൊക്കെ ഉണ്ട്, അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തൊരു ഇൽമാണത്. ആ വരച്ചിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയും, ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞ നബി പറഞ്ഞെന്താണ്, അത് അള്ളാഹു മുൻകഴിഞ്ഞൊരു പ്രവാചകന് കൊടുത്തൊരു അറിവാണ്, ഒരു മുഅ്ജിസത്താണ്. ആ പ്രവാചകന്റേതുപോലെയാണെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല. ആ പ്രവാചകന്റേതുപോലെ ആകൂല, കാരണം അത് ആ പ്രവാചകന്റെ കാലത്തോടുകൂടി കഴിഞ്ഞ ഒരു മുഅ്ജിസത്താണ്. അപ്പൊ ഇന്നങ്ങനെ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒരു സാധനം മോഷണം പോയാൽ അത് എവിടെയാണെന്ന് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? ഒരാളെ കാണാനില്ല, പഴയകാലത്ത് കാണാനില്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ടെന്ന് പറയും, ആളെ എങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങനെ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറയും. നമ്മളതിൽ അന്വേഷിക്കും. ഇങ്ങനെ പറയുന്ന ആൾക്കാർ. മോഷണം പോയ വസ്തു എവിടെയുണ്ടെന്ന് പറഞ്ഞു തരും, അത് ആരടുത്തെന്ന് പറഞ്ഞു തരുന്ന ആൾക്കാർ. ഏതാകട്ടെ, കൈ നോക്കിയിട്ട് നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ആളുകൾ, ഇത്തരത്തിൽ ഏതാണെങ്കിൽ പോലും ഇത്തരം ആളുകളെ ഒന്നും എന്ത് ചെയ്യരുത്, സമീപിക്കരുത് എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇന്നുള്ള കാര്യങ്ങളല്ല, അന്നും ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കുന്നാ നുസല്ലിമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോട് സലാം ചെല്ലാറുണ്ട്. ഉഹൂഫി സലാത്തി, നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിയോട് ഞങ്ങൾ സലാം ചെല്ലാറുണ്ടായിരുന്നു. ഫയറുദ്ദു അലൈന, നബി ഞങ്ങളോട് സലാം അടക്കാറുണ്ട്, നിസ്കാരത്തിൽ വെച്ച് തന്നെ സലാം അടക്കാറുണ്ട്. പക്ഷേ ഫലമ്മ റജഅനാ മിൻ ഇന്ദിൻ നജ്ജാശി രാജാവിന്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ സല്ലംന അലൈഹി, നബിയുടെ മേൽ ഞങ്ങൾ സലാം ചൊല്ലി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലാം ചൊല്ലി. വലം യറുദ്ദ അലൈന, നബി സലാം അടക്കിയില്ല. നജ്ജാശി രാജാവ് എത്യോപ്യയിലെ രാജാവാണ്. അങ്ങോട്ടാണ് ഹിജറ പോയത് ആദ്യം. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. മക്കയിലെ ഉപദ്രവം സഹിക്കയ്യാതായപ്പോൾ നബി ആദ്യം അവരെ സഹാബത്തിനെ ഹിജറ വിട്ടത് എത്യോപ്യയിലേക്കാണ്, നജ്ജാശിയുടെ നാട്ടിലേക്കാണ്. അദ്ദേഹം അവരെ സ്വീകരിച്ചു, സഹാബത്തിനെ സ്വീകരിച്ചു. പിന്നീടാണ് മദീനയിലേക്ക് ഹിജറ പോയത്. ഈ നജ്ജാശി രാജാവ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ നബിയെ കണ്ടില്ല, അതുകൊണ്ട് സഹാബിയാവൂല. നബിയെ കണ്ടാലേ സഹാബിയാവുള്ളൂ. ഈ നജ്ജാശി രാജാവ് മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സഹാബാക്കളെ കൂട്ടി നിസ്കരിച്ചു. മറഞ്ഞ മയ്യത്തിന്റെ മേൽ നബി നിസ്കരിച്ചൊരു സംഭവമാണ്. നജ്ജാശി രാജാവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിസ്കരിച്ചു. അതാണ് നമുക്ക് ഷാഫി മദ്ഹബിൽ മറഞ്ഞ മയ്യത്തിൽ നിസ്കരിക്കുന്നതിൽ തെളിവാണ്. അപ്പോൾ നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നബിയോട് നിസ്കാരത്തിൽ സലാം പറഞ്ഞാൽ നബി സലാം മടക്കാറുണ്ട്. മടങ്ങി വന്നു കഴിഞ്ഞിട്ട് സലാം പറഞ്ഞപ്പോൾ നബി എന്ത് ചെയ്യുന്നത്, സലാം മടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, കുന്നാ നുസല്ലിമു അലൈക ഫി സലാത്തി, ഞങ്ങൾ മുമ്പൊക്കെ അങ്ങോട്ട് നിസ്കാരത്തിൽ സലാം പറഞ്ഞു കഴിഞ്ഞാൽ തറുദ്ദാരീന, തങ്ങൾ മടക്കാറുണ്ടല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫി സലാത്തി ലശുഗല, നിസ്കാരത്തിൽ വേറെ ചില ജോലികളുണ്ട്. ഈ സലാം പറയുന്നത് സലാം അടക്കലൊന്നും അല്ല, നിസ്കാരത്തിൽ ജോലി. അതും സൃഷ്ടികളും തമ്മിൽ ഏർപ്പാടാണല്ലോ സലാം പറയലും അടക്കലൊക്കെ. നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിന്റെ മുന്നിലുള്ള അള്ളാഹുമായുള്ള ഒരു മുനാജാത്ത്, ഒരു അഭിമുഖമാണ്. അവിടെ സൃഷ്ടിക്ക് ബന്ധമില്ല, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലാണ് അവിടെ ബന്ധം. അപ്പോ സലാം പറയലും സലാം അടക്കലൊന്നും നിസ്കാരത്തിലില്ല. അതൊക്കെ പഴയ കാലത്ത് അത് ആദ്യത്തെ ഒരു നിയമമാണ്. ഇപ്പോൾ അതില്ല, അത് ഇല്ല, നിർത്തി.
അപ്പോൾ അള്ളാഹുമായുള്ള അഭിമുഖത്തിനിടയ്ക്ക് സൃഷ്ടി കടന്നു വരുന്നില്ല. സൃഷ്ടാവും സൃഷ്ടിയുമാണ് നേർക്ക് നേരെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ സംസ്കാരത്തിൽ എന്തില്ല? സലാം പറയലോ സലാം അടക്കലോ ഇല്ല എന്ന് മനസ്സിലായി. ഇനി മുഅയ്ഖിബിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റജുലി യുസവ്വി തുറാബ, ഒരാളുടെ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ മണ്ണിനെ നേരെയാക്കുന്നു. ഹൈസു യസ്ജുദു, സുജൂദ് ചെയ്യാൻ നേരത്തെ മണ്ണ് നേരെയാക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലെ മുസൈക്കും ടൈലും മാർബിളും ഒന്നുമില്ല മദീന പള്ളി എന്താണ്? വെറും മണലാണ്. അപ്പൊ സഹാബാക്കൾ ചിലത് സുജൂദ് ചെയ്യാൻ നേരത്ത് മണ്ണ് കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ മണ്ണിങ്ങനെ മണ്ണ് നിരപ്പാക്കിയിട്ട് അവിടെ നെറ്റി വെക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തു പറഞ്ഞു? ഇങ്കുന്ത ഫായിലൻ, നീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ വാഹിദത്തെ, ഒറ്റ പ്രാവശ്യം ചെയ്യാവുള്ളൂ. മണ്ണ് നിരപ്പാക്കി സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യമേ ചെയ്യാവുള്ളൂ. കാരണം തുടർച്ചയായിട്ട് 3 പ്രാവശ്യം എന്ത് ചെയ്യരുത്? നിസ്കാരത്തിൽ അനങ്ങരുത്. അപ്പം 3 പ്രാവശ്യം അങ്ങനെ നിരപ്പാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിസ്കാരം ബാത്തിലാവും. അപ്പൊ നിരപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം അങ്ങനെ നിരപ്പാക്കിയിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്തോ? സുജൂദ് ചെയ്തു. ആ ബാല്യത്ത് പഠിച്ചെന്താണ്? നിസ്കാരത്തിൽ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അനക്കങ്ങൾ പാടില്ല. അത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അനക്കം പാടില്ല. ചൊറിയലും മാന്തലും പിച്ചലും ഒക്കെ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങാത്ത രീതിയിലാണ് അത്യാവശ്യമായ ഘട്ടത്തിൽ അതൊക്കെ ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഇങ്ങനെ ഇട്ട് ആക്കരുത്. അതിങ്ങനെ കൈ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വച്ചിട്ട് ഒരു വിരൽ അനങ്ങുന്നതിന് കുഴപ്പമില്ല. ശരിയല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്നായില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. കഴിവിന്റെ പരമാവധി അത് വലിയ പ്രശ്നമില്ലെങ്കിൽ അതങ്ങ് സഹിക്കുക. പ്രശ്നമാണെന്ന് തോന്നി എന്ത് ചെയ്യുക? അത്യാവശ്യം 3 അനങ്ങാത്ത രീതിയിൽ ചൊറിയിച്ചു. ഇന്നിങ്ങനെ റുക്കൂന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ ഒന്ന് താത്തിയിടും പിന്നെ മുടിയൊന്നിങ്ങനെ, ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ 3:30 ആവും അനക്ക്. ശരിയല്ലേ? അപ്പൊ പിന്നെ ഇതൊന്ന് വലിച്ചു കയറ്റിയിടും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു ഖസ്റി ഫി സലാ, നിസ്കാരത്തിൽ എളിക്ക് കൈയെടുക്കുന്നതിനെ നിരോധിച്ചു. നിസ്കരിക്കാതിരിക്കുമ്പോൾ അങ്ങനെ എളിക്ക് കൈയെടുത്ത് നിൽക്കുക, അത് പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോട് ചോദിച്ചു, അനിൽ ഇൽത്തിഫാത്തി ഫി സലാത്തി, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഇഖ്തിലാസു യഖ്തലിസുഹു ശൈത്താനു മിൻ സലാത്തിൽ അബ്ദി, അത് പിശാച് ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ നിന്നും കട്ടെടുക്കുന്ന ഒന്നാണ്. നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് കുറച്ചിങ്ങനെ പിശാച് എടുക്കും. ആ എടുക്കലാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗത്ത് നമ്മുടെ നിസ്കാരത്തിൽ നമ്മളെ പിശാച് അറ്റാക്ക് ചെയ്തു. അതാണ് അതിന്റെ അർത്ഥം. അത് നിസ്കാരം തിരിഞ്ഞു നോക്കരുത്. നെഞ്ചുകൊണ്ട് തിരിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും, കാരണം കിബില തെറ്റി. മുഖം കൊണ്ട് തിരിയൽ കറാഹത്താണ്. ഇങ്ങനെ തിരിഞ്ഞു നോക്കി നിസ്കാരം ബാത്തിലാവില്ല, അങ്ങനെ തിരിഞ്ഞ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ അത് കറാഹത്താണ്. പിശാചാണ് അത്രയും ഭാഗം നമ്മുടെ നിസ്കാരത്തിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി അവൻ ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അത്യാവശ്യം ഇല്ലെങ്കിലായി പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. നേരെ നിസ്കാരത്തിൽ സ്പീച്ച് വരുമ്പോൾ കള്ളം കയറണാണ്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ അയാൾ മാലയൊക്കെ എടുത്തുണ്ടോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം? അത് ആരാ? CCTV ഒന്നും ഇല്ലെങ്കിൽ നേരെ ആരാണെങ്കിലും എന്ത് ചെയ്യാം അല്ലേ? പാമ്പ് പുറത്തുനിന്ന് ശബ്ദം കേട്ടു, അത്യാവശ്യം ഇല്ലെങ്കിൽ കറാഹത്ത്, അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയന്തഹിയന്ന അഖ്വാമൻ, ഒരു വിഭാഗം ആളുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, നിർത്തട്ടെ, അൻ റഫ്ഇഹിം അബ്സാറഹും ഇൻദ ദുആഇ ഫി സ്വലാത്തി ഇല സമാ, നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന സമയത്ത് ആകാശത്തേക്ക് ആ കണ്ണു ഉയർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിക്കോട്ടെ, അത് അവസാനിപ്പിക്കും. ദുആ ചെയ്യുമ്പോൾ ആകാശത്തേക്ക് കണ്ണു ഉയർത്തുന്ന പരിപാടി അവിടെ നിസ്കാരത്തിൽ അത് നിർത്തട്ടെ. ഔല തഖ്തഫന്ന അബ്സാറഹും, നിർത്തുന്നില്ലെങ്കിൽ അവരെ കണ്ണുകൾ ചുഴുന്നെടുക്കപ്പെടുന്ന, അത് നിർത്തണില്ലെങ്കിൽ കണ്ണ് ചുഴുന്നെടുക്കും. ഭീഷണിയാണ്, അത് താക്കീതാണ്. നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്? ആകാശത്തേക്ക് ദുആയിൽ പ്രാർത്ഥനയിൽ കണ്ണുയർത്താൻ പാടില്ല. നിസ്കാരത്തിൽ നോക്കേണ്ടത്, പ്രാർത്ഥനയിലാകട്ടെ എവിടെയാകട്ടെ, നിസ്കാരത്തിൽ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്. നോക്കാം. ഇനി അബീ സഈദുൽ ഖുദ്രി
അബീ ഖതാദ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുൻ നാസ. ഒരിക്കൽ ഞാൻ നബി ഇമാമത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു. ആ സമയത്ത് ഉമാമത്തു ബിന്ത് അബിലാസ്, അബുല്ലാസിന്റെ മോളായ ഉമാമ, തുറക്കണ്ട, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഉമാമയെ കുറിച്ച്. അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച മകളാണ്, പെണ്ണാണ് അത് ഉമാമ. നബിയുടെ മകൾ സൈനബിന്റെ മകളാണ്. നബിയുടെ മകൾ സൈനബിന്റെ മകളാണ് ഉമാമ. ആ ഉമാമേനെയാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിക്ക് ശേഷം കല്യാണം കഴിക്കാൻ വസിയത്ത് ചെയ്ത് കല്യാണം കഴിച്ചു. ഈ ഉമാമ ചെറിയ കുട്ടിയായിരിക്കും. ഉമാമയോട് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കൊരു മാല കൊണ്ടുവന്നിട്ട് ആയിഷാബി പറയുന്നുണ്ട്, ഒരു മാല നബിയുടെ കയ്യിൽ കിട്ടി. ഞാൻ വിചാരിച്ചത് എനിക്ക് തരുന്ന വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് നബി ഉമാമയ്ക്ക് കൊടുക്കുന്ന ഇഷ്ടമുള്ള പേരക്കുട്ടി, ഇവിടെ പേരക്കുട്ടിയല്ലേ. ഈ ഉമാമ അല ആത്തിക്കിഹി, നിസ്കാരത്തിൽ നബിയുടെ തോളിൽ കയറിയിരിക്കുന്ന ഞാൻ കണ്ടു. ഫൈദാറക്ക, റുക്കൂ ചെയ്യുന്ന സമയത്ത് വലാഹ, നബി ആ കുട്ടീനെ താഴെ വയ്ക്കും. വൈദാ റഫാമിന് സുജൂദി, സുജൂദിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ആദഹ വീണ്ടും എടുക്കും. റുക്കൂ ചെയ്യുമ്പോൾ സുജൂദ് നമ്മൾക്ക് എന്ത് ചെയ്യും, താഴെ വയ്ക്കും. അത് കഴിയുമ്പോൾ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഹസൻ ഹുസൈൻ്റെ വിഷയത്തിലൊക്കെ ഹദീസ് വരുന്നുണ്ട്. സുജൂദിലൊക്കെ നബിയുടെ തോളെ കയറിയിരിക്കും. നബി അവര് കുറച്ചേരം ഇരുന്നോട്ട് വിചാരിച്ച് സുജൂദ് കുറച്ച് ദീർഘിപ്പിക്കുകയും ചെയ്യും. അപ്പൊ കുട്ടികൾ നമസ്കാരത്തിൽ, നമ്മളിപ്പോ നിസ്കാരപ്പായിന്റെ അടുത്തേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഭാര്യയ്ക്ക് ചീത്തയ, എനിക്ക് ആ കുട്ടികളൊന്ന് പിടിച്ചുകൂടെ. കുട്ടികളിൽ നജിസ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. മറ്റേ സാധനം ഉണ്ടല്ലോ അടിയിൽ എന്താ പറയാ, മൂത്രമൊഴിക്കുമ്പോ അതൊക്കെ കെട്ടിയിട്ടാ വരണമെങ്കിൽ പ്രശ്നമാണ്. ഇത് കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ ഈ പാമ്പേഴ്സ് കെട്ടണ തന്നെ ശരിയല്ല. അതൊക്കെ അവരുടെ അല്ലേ തടസ്സപ്പെടുത്തലാണ്. നമ്മുടെ സൗകര്യത്തിനാണ് കുട്ടികളെ പാമ്പാക്കണത് ശരിക്കും പറഞ്ഞാൽ. അത് അവർ മൂത്രമൊഴിക്കട്ടെ, നമ്മൾ കഴുകി കളഞ്ഞാൽ മതിയല്ലോ, അതിൽ ശുദ്ധീകരിക്കാൻ വഴി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ശുദ്ധമായ കുട്ടിയാണെങ്കിൽ ആ കുട്ടി നിസ്കാരത്തിൽ തോളെ കയറി എന്ന് വെച്ചൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ല. മിമ്പറിൽ വിശ്വാസം കുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടി ഇങ്ങനെ, നബിയുടെ പേരക്കുട്ടി ഹുസൈൻ ഇങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ പിച്ച വെച്ചിങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയാപ്പായ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ചെറിയ കുട്ടികളിങ്ങനെ നടക്കാൻ പഠിക്കുന്ന കുട്ടികളെ പിച്ച വെച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിളകി പോകും. നബി മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു, ആ കുട്ടീൻ്റെ അടുത്തൊന്ന് മിമ്പറിൽ കയറിയെന്നാണ്. അതായില്ലേ, അതാണ് മക്കളോടും ഈ പേരക്കുട്ടികളുടെ സ്നേഹം എന്ന് പറയുന്നത്. മനസ്സങ്ങനെയാണ്. അവിടെയാണ് ഇന്ന് മക്കളെ എന്ത് ചെയ്യുന്നു, കൊല്ലാക്കൊല ചെയ്യുന്നു, ക്രൂരമായി ആക്രമിക്കുന്നു. അതൊക്കെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, മൃഗം എന്നല്ലേ പറയുന്നത്. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا تصاوب أحدكم في الصلاة നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ കൂട്ടോ വിടുകയാണെങ്കിൽ കഴിയുന്നത്ര അത് മറച്ചു പിടിക്കണം. ഹാന്ന് തുറന്നു വിടരുത്. പരമാവധി അത് എന്ത് ചെയ്യണം, അടക്കി വെക്കണം. ഫൈന ഷൈത്താൻ യദ്ഖുലു, കോട്ടുവാടുന്ന സമയത്ത് പിശാച് വായിലൂടെ കയറിപ്പോകും. അതുകൊണ്ട് വാ പരമാവധി പൊളിച്ചാൽ പിശാചിന് സൗകര്യമാകും. പരമാവധി അടക്കി നമ്മളത് ചെയ്യണം. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യണം. നിസ്കാരത്തിൽ പ്രത്യേകിച്ചും ചെയ്യണം. കാരണം പിശാചിനെ നമ്മൾ കടത്തിവിടാൻ പാടില്ലല്ലോ. അതുപോലെ വേറെ ഹദീസിൽ ഇങ്ങനെ തന്നെ ഉണ്ട്, വലായക്കുൽ ഹാന്ന് പറയരുതെന്ന്, വാ വിളിച്ച് ഹാന്ന് പറയരുത്, ഷെയ്ത്താനത് ഇഷ്ടമാണെന്ന്. ഫൈന ദാലിക്കുമിനെ ഷെയ്ത്താൻ എളുഹക്കുമിന്നു, അത് കണ്ടാൽ ഷെയ്ത്താൻ ചിരിക്കുന്ന. കൊട്ടുവായിട്ടിട്ട് ഹാന്ന് വാ വിളിക്കുമ്പോൾ ഷെയ്ത്താൻ ചിരിക്കുന്ന, അവന് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുവാസങ്ങൾ പറഞ്ഞു, ഇഫിരീത്ത്, ജിന്നുകളിൽപ്പെട്ട ഇഫിരീത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹദീസാണ്. ജിന്നുകളിൽപ്പെട്ട ഇഫിരീത്ത് എന്ന് പറയുന്നൊരു ജിന്നുണ്ട്. ജിന്നിന് പേരുണ്ടല്ലോ, ഇഫിരീത്തു മിനൽ ജിന്ന് തഫല്ലത്തൽ ബാരിഹത്തൽ യഖ്താം അലാ സ്വലാത്തി, എന്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടി അവൻ എൻ്റെ അടുക്കൽ വന്നു. ഇഫിരീത്ത് നല്ല മല്ലനായ ശൈത്താനാണ്, നല്ല ശക്തിയുള്ള ശൈത്താനാണ് അത് ഇഫിരീത്ത് എന്ന് പറയുന്നത്. സുലൈമാൻ നബിയുടെ സിംഹാസനം കൊണ്ടുപോയി കിടക്കുന്ന വിഷയത്തിൽ പരാമർശം കാല ഇഫിരീത്ത് മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഇഫിരീത്ത്, മല്ലൻ പറഞ്ഞു, നല്ല മല്ലനാണോ. അവൻ തന്നെയാണ് എൻ്റെ അടുക്കൽ വന്നത്. സാധാരണ എണിച്ചിക്കാൻ പറ്റാത്ത വിശ്വാസമൊന്നുമല്ല, കാരണം എൻ്റെ അടുക്കലാണല്ലോ വന്നത്. അപ്പം എണിച്ചിക്കാൻ പറ്റാത്തവനൊന്നും വന്ന് എൻ്റെ അടുത്ത് നടക്കൂലല്ലോ. ശക്തനായ ഇഫ്രീത്ത് തന്നെ വന്നു, ലിയഖ്ത അലാ സലാത്തി, എൻ്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടി അവൻ വന്നത്. പക്ഷേ അംഗനില്ലാഹു മിന്നു, അള്ളാഹു അവനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു. ഞാൻ അവനെ പിടിച്ചു, കീഴ്പ്പെടുത്തി. അഹദത്തു, ഞാൻ അവനെ പിടിച്ചു. അറത്തു അർബത്തുഹു അലാ സാരിയത്തി മിൻ സവാരിൽ മസ്ജിദി, ഞാൻ ഈ മദീന പള്ളിയുടെ ഒരു തൂണിൽ അവനെ കെട്ടിടാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഹത്താ തന്ദുറു ഇലൈഹി,
അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണാമായിരുന്നു, ഞാൻ അവനെ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ ദക്കർത്തു ദഅവത അഖി സുലൈമാന, അപ്പോഴാണ് സുലൈമാൻ നബി പണ്ട് ചെയ്തൊരു ദുആ ഞാൻ ഓർമ്മിച്ചത്. എന്താണ് ആ ദുആ? റബ്ബി ഹബലി മുൽക്കല്ല യംബഗി ലി അഹദിൻ മിൻ ബഅദി, പടച്ചവനെ എനിക്ക് ശേഷം ആർക്കും കൊടുക്കാത്തൊരു അധികാരം എനിക്ക് തരണമെന്ന് സുലൈമാൻ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ദുആ ഖുർആനിലുണ്ട്. ഈ ദുആ ഞാൻ എന്താ സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത അധികാരം? ജിന്നുകളെ കീഴ്പ്പെടുത്താനുള്ള ശക്തി അള്ളാഹു തആല സുലൈമാൻ നബിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് സുലൈമാൻ നബി ജിന്നുകളെ കൊണ്ടാണ് പണിയെടുപ്പിച്ചിരുന്നത്. മുങ്ങൽ വിദഗ്ധരായ ജിന്നുകളുണ്ട്, കടലിന്റെ അടിയിൽ പോയിട്ട് മുത്തും പവിഴൊക്കെ കൊടുത്തുകൊണ്ട് വരും. വലിയ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തും. ശക്തന്മാരായ മല്ലന്മാരായ ജിന്നുകളെ ഉപയോഗപ്പെടുത്തും. അപ്പൊ സുലൈമാൻ നബിക്ക് അള്ളാഹു കൊടുത്ത ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണത്. ഞാൻ ഇവനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ സുലൈമാൻ നബിക്ക് മാത്രമല്ല എനിക്കും ആ ഒരു ശക്തി ആവുമല്ലോ. പ്രവാചകന് ശക്തിയുണ്ട്, പക്ഷെ ആ ശക്തി പ്രവാചകൻ പ്രകടിപ്പിക്കുന്നില്ല. കാരണം സുലൈമാൻ നബിയുടെ ദുആ ഞാൻ ഓർത്തു എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ ഹദീസ് മനസ്സിലായത്? പിശാചികൾ നമ്മുടെ നമസ്കാരത്തിൽ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യണം? അവനെ കീഴ്പ്പെട്ട് കൊടുക്കരുത്, അവനെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കണം. അതിനെന്താ വേണ്ടത്? നമ്മൾ പരമാവധി നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഭയഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓർമ്മ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ ഉടനെ തിരിച്ചു വരിക. നമ്മുടെ ഓർമ്മ എവിടെയാണ് തെറ്റിപ്പോകുന്നത്, മനസ്സ് മാറിപ്പോകുന്നിടത്ത് നമ്മൾ തിരിച്ചു പിടിക്കുക. അപ്പോൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ ഫാത്തിഹയുടെ അർത്ഥം ആലോചിക്കുക. ഫാത്തിഹയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ അർത്ഥം ആലോചിച്ച് നമസ്കാരത്തിലേക്ക് ഭയഭക്തിയിലേക്ക് തിരിച്ചു വരിക. അങ്ങനെയാണ് പിശാചിനെ തോൽപ്പിക്കേണ്ടത്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ നിസ്കാരത്തിൽ വേറെ ചിന്തകൾ ഉണ്ടാകരുത് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചത്. ഇനി നിസ്കാരത്തിൽ കറാഹത്തായ വേറെ ചില കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. കഫു ഷഅർ, മുടി പിടിച്ചു വെക്കുക. നിസ്കാരത്തിൽ മുടി കെട്ടിവെക്കുക. സുജൂദ് ചെയ്യുമ്പോൾ എല്ലാം സുജൂദ് ചെയ്യണം, ഒന്നും തടഞ്ഞു വെക്കരുത്. മുടി പിടിക്കരുത്. മുടി പിടിച്ചുകൊണ്ട് ഈ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, വലിയ മുടി ഇങ്ങനെ നീട്ടി വളർത്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കും, മനസ്സിലായില്ലേ? ആണുങ്ങൾ മുടി കെട്ടിവെക്കുകയോ മുടി പിടിക്കരുത്. മുടി സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം സുജൂദ് ചെയ്യണം, എല്ലാം സുജൂദിലേക്ക് പോകണം. അതുപോലെ കഫ്, വസ്ത്രം പിടിക്കുക. ഈ സുജൂദ് ചെയ്യുമ്പോണ്ടല്ലോ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട്, തുണിയെല്ലാം കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സുജൂദിലേക്ക് പോകണം. തുണിയൊക്കെ സുജൂദ് ചെയ്യട്ടെ, ഒന്നും പിടിക്കണ്ട, എല്ലാം സുജൂദിലേക്ക് പോകട്ടെ. അതുപോലെ തശ്മീറുൽ കഫ്, കൈ മടക്കി വെക്കുക, കഫ് മടക്കി വെക്കുക. കഫ് മടക്കി എങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ മടക്കി വെക്കരുത്. കഫില്ലാത്ത ഷർട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഫ് ഉള്ളത് തയ്ച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ അഴിച്ചിടണം. നിസ്കാരത്തിൽ അഴിച്ചിടണം. അതും സുജൂദ് ചെയ്യട്ടെ. എന്തിനാണ് കഫിനെ സുജൂദ് ചെയ്യാതെ പറഞ്ഞത്? കഫും സുജൂദ് ചെയ്യട്ടെ, എല്ലാം സുജൂദ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സ് വരെ സുജൂദിലല്ലേ? മനസ്സും താഴ്ന്നിരുന്ന സുജൂദിൽ. അവ ശരീരവും വസ്ത്രവും മനസ്സും ഒക്കെ അവിടെ കിടക്കണം സുജൂദിലെ. അത് കറാഹത്താണ്. അതുപോലെ മുഖം മൂടുക, താഴ്ത്തിയത്തിൽ വെച്ച് മുഖം മൂടുക, മുഖം മറച്ചുകൊണ്ട് നിസ്കരിക്കുക. ചില അറബികൾ ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചില ശക്തമായ തണുപ്പിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അറബികളൊക്കെ ചെയ്യും അല്ലേ? ആ തലയിലിടുന്ന സാധനം കൊണ്ട് ഇങ്ങനെ മുഖം മറയ്ക്കും. ആവശ്യമില്ലാതെ മുഖം മറച്ച് ചെയ്യരുത്. വായ മൂടരുത് ആവശ്യമില്ല. മാസ്ക് ആവശ്യമുണ്ടെങ്കിൽ മാസ്ക് വയ്ക്കുക, ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്? മാസ്ക്. വായ മൂടി സ്കരിക്കരുത്, മുഖം മൂടി സ്കരിക്കരുത്. കറക്റ്റ്. തസ്ബീഖുൽ അസാബിയെ, വിരലുകളെ കോർത്തുക. നിസ്കാരത്തിൽ വെച്ച് വിരൽ കോർക്കണം. എങ്ങനെ? ഇടക്കിടക്ക് ഇങ്ങനെ വിരൽ കോർക്കുക. നിസ്കാരത്തിൽ ഔ ഫിർക്കത്തുഹ, അല്ലെങ്കിൽ വിരലുകളെ വിട്ടുപിരിക്കുക, അകത്തിപ്പിടിക്കുക. ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങളാണ്, ആവശ്യമില്ലെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമിർതു അൻ അസ്ജുദ അലാ സബഅത്തി അഅ്ദുമിൻ, 7 അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. 7 അവയവങ്ങളുടെ സുജൂദ് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തന്നെയല്ല വല അഖ്ഫ ശഅറൻ വല തൗബ, തുണിയും മുടിയും കൂട്ടിപ്പിടിക്കരുതെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 7 അവയവങ്ങൾ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, തുണി കൂട്ടിപ്പിടിക്കരുത്, മുടി കൂട്ടിപ്പിടിക്കരുത് എന്നും എന്നോട് കൽപ്പിക്കപ്പെട്ട ഈ ഹദീസാണ് ഇതിനെ തെളിവ്. അതുപോലെ തന്നെ തിൽക്ക സലാത്തുൽ മഗ്ലൂബി അലൈഹി, ഇത് അള്ളാഹുവിന്റെ കോപം കിട്ടിയ ആളുകളുടെ നിസ്കാരമാണ് എന്ന് വിശ്വാസങ്ങൾ പറയുന്നു. മുഖം മൂടി നിസ്കരിക്കുക. അതുപോലെ മുഖം മൂടി നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മുഖം മൂടി മാറ്റിയെന്നാ, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മുഖം മാറ്റി കൊടുത്തു. അതുപോലെ താടി കൊണ്ട് കളിക്കുക, അബ്സു ബിൽ ലഹിയ, താടി കൊണ്ട് നിസ്കാരത്തിൽ കളിക്കുക. അതൊക്കെ ഇങ്ങനെ നിസ്കാരത്തിൽ അത് കറാഹത്താണ്. അവർ സിയാബി, വസ്ത്രം കൊണ്ട് കളിക്കുക.
വസ്ത്രമൊക്കെ മൊഞ്ചു നോക്കുക നിസ്കാരത്തിൽ കറാഹത്താണ്. അവൻ നെല്ലറയില ഗുഹ്റുഫത്തിൽ ഭംഗിയുള്ള സാധനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിസ്കരിക്കുക. ഇപ്പൊ മുമ്പിൽ നെയ്മറും മെസ്സിയൊക്കെ ഇപ്പൊ മുമ്പിൽ നിൽക്കണം അല്ലേ? ഇയ്യാക്കൻ ആബുദു, എന്റെ നെയ്മറെ നിന്നെ ഞാൻ ആരാധിക്കുന്നു, നെയ്മറിന്റെ ആരാധകനാണെന്ന മുമ്പിലെ ടീഷർട്ട് ഇടുന്ന പിള്ളേർ നെയ്മർ മെസ്സിയുടെയൊക്കെ കാലം. അപ്പൊ അതിലേക്ക് ശ്രദ്ധ പോകും. അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നിലേക്ക് നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്, നോക്കരുത്. അത് മുസല്ലി ആണെങ്കിൽ പോലും. അതുകൊണ്ട് വലിയ ചിത്രപ്പണിയുള്ള മുസല്ലൊന്നും മേടിക്കരുത്. പള്ളിയിൽ ഇരിക്കുമ്പോഴും വലിയ ചിത്രപ്പണി എന്നുള്ള മുസല്ല, പള്ളിയുടെ ഭിത്തികളിൽ വലിയ ചിത്രപ്പണിയൊന്നും നടത്തിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ ശ്രദ്ധ എന്ത് ചെയ്യും, തെറ്റിപ്പോകും. അതുപോലെ നിസ്കാരത്തിൽ അശ്രദ്ധയാക്കുന്ന ഒന്നിലേക്കും നോക്കരുത്. അപ്പൊ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിൽ വരികയും ചെയ്യരുത്. പുറയിലേക്കുന്നവന്റെ ശ്രദ്ധ തെറ്റിപ്പോകും. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പറയുമ്പോൾ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്. ഇനി റുക്കൂയിലും സുജൂദിലും ഖുർആൻ ഓതുക. റുക്കൂയിലും സുജൂദിലും ഖുർആൻ ഓതുന്നത് നൃത്തത്തിലാണ്. റുക്കൂയിലും സുജൂദ് വിശ്വാസം പറഞ്ഞു, നുഹീത്തു അൻ അഖ്റഅൽ ഖുർആന റാക്കിയം വസാജിദ. റുക്കൂയിൽ കിടക്കുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോഴും ഖുർആൻ ഓതൽ എന്നോട് നിരോധിക്കപ്പെട്ടു എന്നാണ്. റുക്കൂവും സുജൂദും തസ്ബീഹ് ചെല്ലാനുള്ള സ്ഥലമാണ്. ഖുർആൻ ഓതേണ്ടത് നൃത്തത്തിലാണ്. അപ്പൊ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ് സമയം ബാക്കിയുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? 3 പ്രാവശ്യം പറഞ്ഞിട്ടും ഇമാമ ഉയരുന്നില്ല, നമ്മളെന്ത് ചെയ്യണം? അത് കൂട്ടണം. 4, 5, 6 ഒക്കെ തന്നെ കൂട്ടിക്കൂടണം. നിസ്കാരത്തിൽ നൃത്തത്തിലാണെങ്കിൽ ഇമാമ സുജൂദ് റുക്കൂ ചെയ്യുന്നില്ലെങ്കിൽ സമയം കിട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതുക. അവിടെ തസ്ബീഹ് അല്ല, അവിടെ ഖുർആൻ ഓതുക. റുക്കൂലും സുജൂദും തസ്ബീഹ്, അതാണ് നല്ലത്. അസ്സലാത്തു മഅ മുദാഫാത്തിൽ അഖ്ബസൈനി, മലമൂത്ര വിസർജനത്തിന് ആവശ്യമുള്ളപ്പോൾ നിസ്കരിക്കുക. അത് കറാഹത്താണ്. അതൊഴിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പറ്റും. അതാണ് നല്ലത്. അതുപോലെ സുജൂദിലും ഇരുത്തത്തിലെല്ലാം മുഴങ്കാലിന്റെ മേലെ ഇരിക്കുക. ഇതുണ്ടല്ലോ മുഴങ്കാലിന്റെ മേലെ, ദിറാവ് എന്ന് പറഞ്ഞാൽ മുഴങ്കാലിന്റെ മേലെ ഇരിക്കുക. അത് കറാഹത്താണ്. എന്നുവെച്ചാൽ കാലിന്റെ പാദങ്ങൾ ഇങ്ങനെ പടർത്തിയിട്ടിട്ട്, 2 പാദം പടർത്തിയിട്ടിട്ട് 2 കാലിന്റെ മേലായിട്ട് ഇരിക്കുക. ഇഫ്തിറാഷിന്റെ ഇരുത്തം അങ്ങനെയല്ല, ഒരു കാല് കുത്തിയ നിർത്തണത്. തവറുക്കിന്റെ ഇരുത്തത്തിലും ഒരു കാല് കുത്തി, ഇത് 2 കാലും ഇങ്ങനെ പടർത്തിയിട്ടിട്ട് കാലിന്റെ മേലെ ഇരിക്കുക. പട്ടി ഇരിക്കും പോലെ, പട്ടി ഇരിക്കുന്ന അങ്ങനെയല്ലേ, പട്ടിയിരുത്തെന്ന് പറയും. അത്യാവശ്യമല്ലെങ്കിൽ കണ്ണടച്ച് നിസ്കരിക്കുക, കറാഹത്താണ്. നിസ്കാരത്തിൽ കണ്ണു തുറന്നാണ് നിസ്കരിക്കേണ്ടത്. യഹൂദീൻ അമാം അഹമ്മദ് പറഞ്ഞത് കണ്ണടച്ച് നിസ്കരിക്കുക ജൂതന്മാരെ പരിപാടിയാണെന്ന്. ജൂതന്മാർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചാൽ പ്രാർത്ഥിക്കുക. നമ്മൾ കണ്ണു തുറന്ന് നിസ്കരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ണടയ്ക്കുക. ആവശ്യമുള്ള നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധ തെറ്റുന്ന എന്തെങ്കിലും വസ്തുവാണ് മുന്നിലുള്ളത്, അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപകടമാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യുക? ഒരാവശ്യങ്ങൾ മാത്രം ചെയ്യുക. വസ്ത്രം നെരിയാണിക്ക് താഴ്ത്തിട്ട് നിസ്കരിക്കുക, കറാഹത്താണ്. നെരിയാണിക്ക് താഴ്ത്ത് വസ്ത്രം എടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അതുപോലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം എന്നും തിരഞ്ഞെടുക്കുക. എന്ന് പോയാലും ഒരു സ്ഥലത്തേ നിൽക്കുള്ളൂ. അദ്ദേഹം നിസ്കരിക്കാൻ വന്ന എന്നും അവരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം എന്നും നിസ്കരിക്കാം, അത് കറാഹത്താണ്. ഇല്ലേ? മാറി മാറി നിൽക്കണം എല്ലാ സ്ഥലത്തും. എല്ലാ സ്ഥലവും നമ്മൾ നിസ്കരിച്ചൊന്നും സാക്ഷിക്കണ്ടേ? നാളെ അന്ത്യനാളിൽ മാറി മാറി നിസ്കരിക്കാം. പ്രത്യേക ആവശ്യമില്ലെങ്കിലാണ് പറഞ്ഞത്. ഇപ്പൊ ഇക്കാമത്ത് കൊടുക്കാൻ മോദിനോട് മാറിയിക്കാൻ പറഞ്ഞു, അദ്ദേഹം അവിടെ തന്നെ ഇപ്പോഴും ഇമാമിനോട് മാറിയിക്കാൻ പറ്റിയ കാര്യമില്ല, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കും. ലാ യത്തഖിദു അഹദുക്കും, അതിന്റെ ഹദീസ് ഉണ്ട്, മആത്തിനക മആത്തിന് ലിബിലി, ഒട്ടകം കിടക്കും പോലെ നിങ്ങൾ ആരും ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇങ്ങനെ കിടക്കരുതെന്ന്. ഒട്ടകം എന്നും ഒരേ സ്ഥലത്ത് കിടക്കുക, അങ്ങനെ നിസ്കാരത്തിൽ ചെയ്യരുത്. വസ്സലാത്തു ബിഹളറത്തി തആമി യസ്തഹിഹി, ഭക്ഷണം സ്ഥലത്തുണ്ടാവുകയും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിസ്കരിക്കുക, കറാഹത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? അന്നവിചാരം മുന്ന വിചാരം. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി, സവാള ഇങ്ങനെയുള്ള കുത്തി വരുന്ന മണമുള്ള സാധനങ്ങൾ തിന്നിട്ട് പള്ളിയിലേക്ക് വരിക, അത് കറാഹത്താണ്. അതൊക്കെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് പറഞ്ഞാൽ അത്തരത്തിലുള്ള ദുർഗന്ധങ്ങൾ ഒഴിവാക്കണം. ഇതൊന്നും ദുർഗന്ധമല്ല, എന്നാൽ പോലും മനുഷ്യരെ ഉപദ്രവിക്കുന്ന, മനുഷ്യർക്ക് പ്രയാസകരമാവുന്ന ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകരുത്. അതുപോലെ കുഴമ്പ്, ഈ മണമുള്ള കുഴമ്പ് തേച്ചിട്ട് പള്ളിയിലേക്ക് വരിക, കഴിക്കളയാതെ പള്ളിയിൽ വരിക, അതൊന്നും ചെയ്യരുത്. അതുപോലെ ഇസ്രാഉൽ ഹുത്തായിലൽ മസ്ജിദി ഇന്ദ സിമായിൽ ഇക്കാമത്ത് കേൾക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ഓടുക. അതുവരെ മുറ്റത്ത് നിന്ന് വർത്താനം പറയാ. ഇക്കാമത്ത് സലാം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓടി വരിക നിസ്കരിക്കാൻ വേണ്ടി. അത് ചെയ്യരുത്. നിസ്കരിക്കാൻ ഇക്കാമത്ത് കൊടുത്താൽ പതുക്കെ വരണം എന്നാ പറഞ്ഞത്. സാവധാനം വന്ന് എന്ത് ചെയ്യണം? കിട്ടിയത് നിസ്കരിക്കുക, കിട്ടാത്ത എന്ത് ചെയ്യണം? സലാം കിട്ടി കഴിഞ്ഞാൽ
പൂർത്തിയാക്കാം. ഇക്കാമത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഓടൽ കറാഹത്താണ്. അതുപോലെ തറക്കു സുനനിൻ മിൻ സുനനി സലാത്തിൽ ഫിഅലിയ വൽ ഖൗലിയ, നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഒഴിവാക്കുക. ഇത് പറയേണ്ട സുന്നത്താകട്ടെ ചെയ്യേണ്ട സുന്നത്താകട്ടെ ഒഴിവാക്കുക. ഖൗലിയായ സുന്നത്തും ഫിഅലിയായ സുന്നത്തുണ്ട്. അതിനെ ഒഴിവാക്കൽ കറാഹത്താണ് ബോധപൂർവ്വം. ഖൗലിയായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പറയേണ്ട സുന്നത്തുകളുണ്ടല്ലോ, ഏതൊക്കെയാ? വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. വജ്ജഹത്ത് ഓതാതെ നിസ്കരിക്കുക, അതുപോലെ സൂറത്ത് ഓതാതെ നിസ്കരിക്കുക, റുക്കോയിലെയും സുജൂദിലെയും തസ്ബീഹാത്തുകൾ പറയാതെ നിസ്കരിക്കുക. ഇനി ചെയ്യേണ്ട ചില സുന്നത്തുകളുണ്ട്. ഇതൊക്കെ പറയേണ്ട സുന്നത്താ. ചെയ്യേണ്ട സുന്നത്ത് ഏതാണ്? ആദ്യത്തെ അത്തഹിയാത്ത് ഓതുക, അത് കുനൂത്ത് ഓതുക, കുനൂത്തിന് വേണ്ടി നിൽക്കുക. ഇതൊക്കെ ഏതാണ്? ചെയ്യേണ്ട ചില സുന്നത്തുകളാണ്. ഇത് ചെയ്യാതിരിക്കുക. സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒഴിവാക്കി കളയലേതാണ് കറാഹത്താണ്. പരമാവധി സുന്നത്തുകൾ എടുത്തുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത സുറഅത്തുൽ ഖുറൂജി മിനൽ മസ്ജിദി ബഅദ തസ്ലീമിൽ ഇമാമി, ഇമാമ് സലാം വിട്ട് ഉടനെ പള്ളിയിൽ നിന്ന് ചാടുക. രണ്ടാമത്തെ സലാം വിട്ടും തന്നെ മുറ്റത്തെത്തിയിരിക്കും. അത് കറാഹത്താണ്. അവിടെ ഇരുന്ന് ദിക്റും ദുആയൊക്കെ ചെയ്തിട്ട് എണീറ്റ് പോകണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്മൾ മുനാഫിക്കുകളാണ് പെട്ടെന്ന് ചാടിപ്പോവുക എന്ന്. അവസാനം ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഓടി വരും, സലാം വിട്ട ഉടനെ ചാടി പോവുകയും ചെയ്യും. അപ്പോൾ മുറൂർ ബൈന യദൈൽ മുസല്ലീന, നിസ്കരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുക. സലാം വിട്ട ഉടനെ എണീറ്റ് പോകണം. കുറേ മസ്ബൂക്കിങ്ങളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഇടയിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുക, കാത്തിരിക്കാൻ ക്ഷമയില്ലാതിരിക്കുക, ഒക്കെ കറാഹത്താണ്. ഇസ്രാഉൽ മഅ്മൂമി ബി ഖൗലി ആമീൻ ബഅദ ഇന്തിഹാഇൽ ഇമാമി മിനൽ ഫാത്തിഹത്തി മുബാശറത്ത്, ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ചാടി ഇമാമും ആമീൻ പറയുക. ശ്വാസം വിടാൻ സമയം വേണ്ടേ? വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ സമയം കൊടുക്കുന്നതിന് മുമ്പേ ചാടി ആമീൻ എന്ന് പറയുക. അതെന്താണ്? കറാഹത്താണ്. ഇമാം എന്നൊരു ശ്വാസം വിട്ടിട്ട് എന്ത് പറയും? ആമീൻ എന്ന് പറയും. അപ്പോഴാണ് മാമും ആമീൻ പറയേണ്ടത്. ആരുടെയെങ്കിലും ഇമാമിന്റെ ആമീനുമായി മാമൂമിന്റെ ആമീൻ യോജിച്ചു വന്നാൽ അദ്വാ അല്ലാഹു തആല സ്വീകരിക്കും. കാരണം ഇമാം ആമീൻ പറയുമ്പോഴാണ് മലക്കുകൾ ആമീൻ പറയുള്ളൂ. അപ്പൊ അപ്പോഴാണ് മാമൂമിങ്ങൾ ആമീൻ പറയേണ്ടത്. അപ്പോഴാണ് ആമീൻ അല്ലാഹു തആല എന്ത് ചെയ്യുക? അദ്വാ അല്ലാഹു തആല സ്വീകരിക്കുക. അതുപോലെ മുസാബഖത്തുൽ ഇമാമി, ഇമാമിനോട് മത്സരിക്കുക, ഇമാമിനെ മുൻകട ഓവർടേക്ക് ചെയ്യുക. ഇമാമ റുക്കൂൽ അള്ളാന്ന് പറയാൻ നോക്കിയിരിക്കുകയാണ് ചാടാൻ, റുക്കൂലേക്ക് പോകാൻ വേണ്ടി. സമിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആളെ എത്തിതാലിൽ എത്തിയിരിക്കും. അങ്ങനെ ഇമാമിനോട് തൊട്ട് മത്സരിച്ചു പോകും. എങ്ങനെ ചെയ്യേണ്ടത്? ഇമാമിന്റെ ഒപ്പം ചെയ്യരുത്, ഇമാമ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഇമാം റുക്കൂൽ എത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റുക്കൂ ചെയ്യാൻ ആരംഭിക്കേണ്ടത്. അങ്ങനെയാണ് പുറകെ പോകേണ്ടത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇമാമിനെ തുടരാൻ വേണ്ടിയാണ്, തോട്ടയ്ക്കാനല്ല. അപ്പൊ ഇമാമിന്റെ പുറകെ പോകണം. അത് കറാഹത്താണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിസ്കാരത്തിൽ കറാഹത്തായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഹദീസിൽ പറയപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പഠിച്ചു നമ്മൾ ചെയ്യാൻ തോൽപ്പിക്കുകയും മാറാട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.